ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. രണ്ട് മിനിറ്റ് ആരും ഇടയ്ക്കരുത്. ഞാൻ സ്റ്റോപ്പ് വാച്ച് വെക്കണം. ആരും അതിന്റെ ഇടയ്ക്കരുത് പ്ലീസ്. ഓക്കെ, നബീൽ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്റെ ആദ്യത്തെ വിയോജിപ്പ് എന്താ അറിയോ? ഞാൻ ഇത്രയും സമയം സംസാരിച്ച സമയത്ത് ഞാൻ എപ്പോഴും നമ്മൾ എന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അപ്പൊ നിങ്ങൾ പറയും ഇപ്പൊ ഈ പ്രയോഗത്തിൽ നിങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകള് നിങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്റെ പെർസെപ്ഷൻ കംപ്ലീറ്റ്ലി മനുഷ്യൻ എന്നുള്ള നിലക്കാണ്. എനിക്ക് അറ്റ്ലീസ്റ്റ് 2 മിനിറ്റ് സമയം തരണം കേട്ടോ, ആരും ഇടപെടരുത്. ഞാൻ പറയണത് മനുഷ്യൻ എന്നുള്ള നിലക്ക് എനിക്ക് നമ്മളാണ്. വി ആർ ഓൾ അക്കൗണ്ടബിൾ ഇൻഡിവിജ്വലി. നമ്മൾ ഉറപ്പായിട്ടും ഒരു സംശയമില്ല, അതെന്റെ ബോധ്യമാണ്. ഇൻഡിവിജ്വലി നമ്മളൊക്കെ, ഇത് പ്രസംഗമായിട്ട് തോന്നാം, അങ്ങനെ അല്ലാതൊക്കെ തോന്നാം. നിങ്ങൾ 2 മിനിറ്റ് സഹിച്ചേ മതിയോ? ഏതായാലും നമ്മളെ പിന്നെ എബൻ ബ്രദർ എനിക്ക് 2 മിനിറ്റ് തന്നല്ലേ, അപ്പൊ 2 മിനിറ്റ് ഞാൻ യൂട്ടിലൈസ് ചെയ്യാം. അപ്പം നമ്മളൊക്കെ പോയി നിൽക്കുക, നമ്മളെ സൃഷ്ടിച്ച. ഞാൻ ഇപ്പോഴും പറയണ്, എബൻ ബ്രദറിനോട് എനിക്ക് എന്താ കുഴപ്പം? എനിക്ക് ഈ ഇവിടെ കൂടിയിരിക്കുന്ന ഒരാളെയും എനിക്ക് നേരിട്ട് പരിചയമില്ല, ഞാൻ ഇവരാരെയും നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് എന്റെ ബോധ്യത്തിനനുസരിച്ചിട്ട് എന്റെ കാര്യമാണ് ഞാൻ പറയണത്. എനിക്ക് എന്റെ കാര്യം ഞാൻ ഗുണകാംക്ഷയോടെ നിങ്ങളോട് പറയണം. നമ്മളൊക്കെ അക്കൗണ്ടബിൾ ആണ്. ആരാണോ ദൈവത്തിൽ നിന്ന് വന്ന മാർഗനിർദ്ദേശം അനുസരിച്ച് ജീവിച്ചവൻ, അവനാണ് വിജയി. അവിടെ ദൈവത്തിന്റെ പെർസെപ്ഷനിൽ ക്രിസ്ത്യാനി. അപ്പം നമ്മൾ സാധാരണ ഈ RT ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ഓഫീസർമാർ കാണാം. അവിടെ ഇരിക്കണ്ടോ ഇവിടെ ഇരിക്കണ്ടോ, അല്ലെങ്കിൽ നമ്മളെ പല ഗവൺമെന്റ് ഓഫീസിൽ പോയാൽ നമ്മൾ കാണാം. അങ്ങനെ ക്രിസ്ത്യാനികളുടെ ദൈവം അങ്ങോട്ട് ഇരിക്കുക, ഹിന്ദുക്കളുടെ ദൈവം ഇവിടെ വേറെ ആയിട്ട് ഇരിക്കുക, മറ്റേ മജൂസികളുടെ ദൈവം അപ്പുറത്ത് വേറെ ഇരിക്കുക. അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങോട്ട് വാ. ഇങ്ങനൊന്നല്ല അന്ത്യനാൾ നടക്കാൻ പോണത്. മനുഷ്യരെന്നുള്ള നിലക്കാണ് നമ്മളെ അക്കൗണ്ടബിൾ ആവണത്. അവിടെ നമ്മൾ ചെന്നാൽ എന്താണോ നമ്മൾക്ക് വന്ന് കിട്ടിയതിന്, നിന്റെ ഐക്യൂലൊക്കെ വേരിയേഷൻ ഉണ്ടാവും, സ്ട്രാറ്റജിക്കലി വേരിയേഷൻ ഉണ്ടാവും, ഫിസിക്കലി വേരിയേഷൻ ഉണ്ടാവും, കളറിൽ വേരിയേഷൻ ഉണ്ടാവും. ഇത് ഞാൻ നേരത്തെ ഒരു വചനം, നമ്മളെ ബ്രദർ പെട്ര ബ്രദർ 2 മിനിറ്റ് പറയണം കേട്ടോ. എബിൻ ബ്രദറെ 2 മിനിറ്റ് ആയി. ഞാൻ 1 മിനിറ്റ് കൂടെ ബ്രദറിന് തരുകയാണ്. ചോദ്യത്തിന് 2 പോയിന്റ്, അവസാനത്തെ 2 പോയിന്റ് ഓക്കെ. അപ്പം നമ്മള് വ്യത്യസ്തമായിട്ടൊക്കെ ഇങ്ങനെ ആളുകൾ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഈ മനുഷ്യന്മാരൊക്കെ വ്യത്യസ്തമായിട്ട് അവിടെ എല്ലാവർക്കും ഓരോരോ ദൈവം, നിങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ദൈവം, ഇങ്ങനൊന്നുമില്ല. ഒരു ദൈവമുള്ളൂ ഈ പ്രപഞ്ചത്തിന്. വിശ്വാസിയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവമുള്ളൂ. ആ ദൈവത്തെ ആളുകൾ മനസ്സിലാക്കിയ രീതിയിലാണ് വീക്ഷണ വ്യത്യാസമുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. ആ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. ആ വ്യത്യാസത്തിൽ എനിക്ക് വന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ അനലൈസ് ചെയ്ത് എന്റെ സെൻസ് ഉപയോഗിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾക്കനുസരിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് വളരെ ഗുണകാംക്ഷയോടെ നിങ്ങളോട് പറഞ്ഞിട്ട്, ഞാൻ നിങ്ങൾ ആരെയും നിങ്ങളുടെ ഒരു വിശ്വാസത്തെയോ നിങ്ങളുടെ ചിന്താഗതിയോ ഒരു പ്രൊവോക്കേഷനും ഞാൻ നടത്തിയിട്ടില്ല. നബീലിനെ കൊണ്ട് ഒരു കാര്യം എനിക്ക് പേടിയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്നോട് വിഷമമുണ്ടായി എന്നൊക്കെ തോന്നിയാൽ എനിക്ക് പേടിയാണ്. കാരണം ഐ ആം അക്കൗണ്ടബിൾ. ഞാൻ ഒറ്റക്ക് പോയി നിൽക്കണ്ട അവിടെ. ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് തന്നെ പറയാനുള്ളൂ. എനിക്കും പറയാനുള്ള മെസ്സേജ്. ചോദ്യത്തിന് ഞാൻ 1 മിനിറ്റോടെ ബ്രദറിന് സമയം തരുകയാണ്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അല്ല, ഞാൻ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കാം. അതെന്നല്ലേ, ഞാൻ ഇത്ര നേരം ചോദ്യം ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് എബൻ ബ്രദർ ഇതിന് ഉത്തരം തന്നതിന് ശേഷം ബ്രദർ ചോദ്യം ചോദിച്ചോളൂ. 2 ഉത്തരം കൂടെ തന്നതിന് ശേഷം ചോദ്യം ചോദിച്ചോളൂ. ഞാൻ 1 മിനിറ്റ് സെറ്റ് ചെയ്യാണ്. ബ്രദർ തുടങ്ങി. ഏത് 2 നമ്മൾ 3 പോയിന്റ് 5 പോയിന്റ് അല്ലേ? അതിൽ ഒരുപാട് വചനങ്ങളുണ്ട്. പ്രവാചകൻ കൊണ്ട് ഒരുപാട് വചനങ്ങൾ. അല്ല, അത് വേണ്ട. ഞാൻ ആ 1 മിനിറ്റ് അല്ല ബ്രദറെ, എന്റെ ഒരു മിനിറ്റ് ഞാൻ എന്റെ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ ഉപയോഗപ്പെടുത്തണം. ഞാൻ ചോദിക്കുന്നത്, നമ്മളിവിടെ ഒരുപാട് പേര് ഇല്ല ഉത്തരവില്ല. എനിക്ക് ഉത്തരവില്ല. അല്ല, എന്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ, എനിക്ക് അവസരം. ഞാൻ പറഞ്ഞല്ലോ, താങ്കളുടെ കണ്ടീഷൻ ഞാൻ അംഗീകരിച്ചു. എനിക്ക് ഉത്തരവില്ല. എന്റെ അടുത്തൊരു ചോദ്യം ഉണ്ട്. ആ ചോദ്യം ചോദിക്കാനുള്ള അവസരം എനിക്ക് തരാം. 1 മിനിറ്റ് ഒന്നും വേണ്ട, എനിക്ക് അര മിനിറ്റ് മതി. നമ്മളിവിടെ എത്ര പേരുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. 638 പേരുണ്ട്. ഈ 638 പേർക്കും വ്യത്യസ്ത ദൈവങ്ങളാണോ, ഒരു ദൈവമാണോ, ഒരു സൃഷ്ടാവാണോ, വ്യത്യസ്ത സൃഷ്ടാക്കളാണോ? ഓരോരാൾക്കും വേറെ സൃഷ്ടാക്കൾ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടോ? ഓരോ മേശ ഇട്ടിട്ട് ഫയൽ നോക്കി ഇരിക്കുന്നുണ്ടോ? അതോ ഇവർക്കൊക്കെ ഒരു സൃഷ്ടാവാണോ? ഇതെന്റെ ചോദ്യമാണ്. ചോദ്യം വ്യക്തമാണ്. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ?
ഓക്കെ. അപ്പൊ നബീൽ, ഞാനൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് അനില ചാനലിലേക്ക് വരുവാണ്. നബീൽ ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിന് ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരമില്ല. അപ്പൊ അത് നമ്മളെ എന്താണ് എംഫസൈസ് ചെയ്തിട്ട് ഇനി താഴെയുള്ള ഓഡിയൻസും എല്ലാവരും ഡിസൈഡ് ചെയ്യട്ടെ. അപ്പൊ ക്വാളിറ്റീസിന്റെ കാര്യത്തിൽ അവർ ഡിസിഷൻ എടുക്കട്ടെ. അനിലച്ചാൻ മറ്റു ചോദ്യത്തിന് ഉത്തരം കൊടുത്തുള്ളൂ. അനിലച്ചാൻ ചോദ്യത്തിന് ഉത്തരം റെഫ്യൂട്ടേഷൻ ആയിട്ട് പറഞ്ഞോളൂ. അനിലച്ചാൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ബ്രദറെ, കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഓക്കെ. ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്രഷ്ടാവ് എല്ലാവർക്കും ഒരാൾ തന്നെ ഉള്ളൂ. ഒരു ദൈവമേ ഉള്ളൂ, ഒരു സ്രഷ്ടാവേ ഉള്ളൂ. പക്ഷെ ആ സ്രഷ്ടാവ് ആര്, ആ ദൈവം ആര് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്താനുള്ളൂ. ബൈബിളിൽ പറയുന്നത്, നേരത്തെ ഒരു വാക്യം വായിച്ചല്ലോ, നമ്മുടെ അൽക്കുടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞതും പിന്നെ ജിമ്മിച്ച പെട്ര വായിക്കുകയും ചെയ്തത്, അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നിന്ന്. അവിടെ ദൈവത്തെ ഈ കാര്യം പറയുന്നുണ്ട്. 17:26 ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. അപ്പൊ ദൈവം ഒരുവനിൽ നിന്നും മനുഷ്യരാശിയെ ഉളവാക്കിയിട്ട് അവർക്ക് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഇത്ര വർഷം വരെ ജീവിക്കാം, അവരുടെ ആയുസൊക്കെ നിശ്ചയിച്ചു. എന്തിനു വേണ്ടി? അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവൻ അന്വേഷിക്കേണ്ടതിന് തന്നെ. അപ്പൊ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തണം. ഈ തപ്പി നോക്കുക എന്ന് പറയുമ്പോൾ രണ്ടാശയമാണ് വരുന്നത്. ഒന്ന്, അന്ധന്മാരായിരിക്കും തപ്പി നോക്കുന്നത്. നേരിട്ട് കാണുന്നവന് തപ്പേണ്ട ആവശ്യമില്ല, അന്ധന്മാരായിരിക്കും തപ്പി നോക്കുന്നത്. അപ്പൊ ബൈബിൾ അത് വേറെ അടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ ആത്മീയ നയനങ്ങൾ കുരുടായിരിക്കുന്നു, പിശാച് അത് കുരുടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ആത്മീയമായ കാര്യങ്ങളെ കാണാൻ കഴിയാത്ത വിധം നമ്മുടെ ആത്മീയ നയനങ്ങൾ അന്ധമാണ്. അതുകൊണ്ടാണ് ദൈവം എന്ന് പറയുന്നത് ആത്മാവാകുന്നു. അപ്പൊ ആത്മീയ കാര്യങ്ങൾ അവിടെ നമ്മൾ തപ്പി നോക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ആശയം അവിടെ ഇരിക്കുന്നു. അതായത് നമ്മൾ അതിൽ അന്ധരായിട്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ ആശയം എന്ന് പറഞ്ഞതിനകത്ത്, തൊട്ടടുത്തുള്ള സാധനം മാത്രമേ നമുക്ക് തപ്പി നോക്കാൻ പറ്റുള്ളൂ. ഒരു 10 മീറ്റർ ദൂരത്ത് അപ്പുറത്തിരിക്കുന്ന സാധനം ഞാൻ ഇവിടെ നിന്ന് തപ്പിയാൽ കിട്ടുകയില്ല, എൻ്റെ അടുത്തുള്ളത് മാത്രമേ തപ്പി നോക്കിയാൽ കിട്ടുള്ളൂ. അപ്പൊ അതാണ് രണ്ടാമത് അവിടെ അത് പറയുന്നുണ്ട്. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ചാൽ അവൻ അന്വേഷിക്കേണ്ടത് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. ഇത് അപ്പോസ്തല പ്രവൃത്തി 17:27 വാക്യം. അപ്പൊ അകന്നിരിക്കുകയല്ല, നമ്മൾ തപ്പി നോക്കിയാൽ ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ നമ്മൾ തപ്പാനുള്ള മനസ്സ് കാണിക്കണം. അത് ആദ്യം തന്നെ സമ്മതിക്കേണ്ടത്, ആത്മീയമായ കാര്യത്തിൽ ഞാൻ അന്ധതയിലാണുള്ളത്, എൻ്റെ ആത്മീക നയനം അടഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. എന്നിട്ട് അന്വേഷണം ആരംഭിക്കുക. തീർച്ചയായും സത്യദൈവം നിങ്ങൾക്ക് അത് ഇതാക്കി തരും. അവൻ നമ്മുടെ ആത്മീയ നയനങ്ങളെ തുറക്കും, ആത്മീയ കാര്യങ്ങളെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് സ്രഷ്ടാവ് ഒന്നേ ഉള്ളൂ എല്ലാവർക്കും. ഇവിടെ നിന്നല്ല, ഇപ്പൊ ഇത് 600 ചില്ലാൻ പേരല്ലേ ഇവിടെ ഉള്ളത്. ഈ 600 കോടിക്കധികം ആളുകൾ ലോകത്തുണ്ടല്ലോ. എല്ലാവർക്കും സ്രഷ്ടാവ് ഒന്നേ ഉള്ളൂ. അതിലെ അവരെ സൃഷ്ടിച്ച യഥാർത്ഥ സ്രഷ്ടാവ് ആരാണെന്ന് അവർ ഓരോരുത്തരും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അത് അവരുടെ ബാധ്യതയാണ്, പുറമേ ഉള്ളവരുടെ ആരുടെയല്ല, അവരുടെ ബാധ്യതയാണ് അവർ ചെയ്യണം. ഇനി ഇദ്ദേഹം പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് വരാം. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം തന്നില്ല, അതുപോട്ടെ. ഇദ്ദേഹം പറഞ്ഞ്, അദ്ദേഹം സംസാരിച്ച സമയത്ത് നമ്മൾ എന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞു. അത് ശരിയാണ്, ഞങ്ങളത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷെ ഇവിടെ വിഷയം എന്ന് വെച്ചാൽ, താങ്കൾ നമ്മളെന്ന് പറഞ്ഞത് ഖുർആന് വിരുദ്ധമായിട്ടാണ്. തെറ്റായൊരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. കാരണം അങ്ങനെ പറയാൻ പറ്റുകയില്ല, രണ്ടിനെയും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. സൂറ 9:28 പറയുന്നത്, സത്യവിശ്വാസികളെ, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധര് തന്നെയാകുന്നു എന്നാണ്. അപ്പൊ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നത് സത്യവിശ്വാസികൾ ശുദ്ധിയുള്ളവരാണെന്ന്. അപ്പൊ ശുദ്ധിയും അശുദ്ധിയും തമ്മിൽ ചേരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു മുസ്ലിം അല്ലാത്ത വേറൊരാളോട് ചേർന്ന് നിങ്ങൾക്ക് നമ്മളെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം അത് നിങ്ങളുടെ പ്രമാണത്തിന് വിരുദ്ധമാണ്. ഇനി വേറെ ഉണ്ട്, അശുദ്ധരായിരിക്കുന്ന മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യം. അത് സൂറ 9:123 പറയുന്നുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അവർ നിങ്ങളെ രൂക്ഷത കണ്ടെത്തണം. ഇനിയും ഇതേപോലെ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇത് രണ്ടിനെ രണ്ടായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരുമല്ല. ഇവിടെ ഈ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ആദ്യം മുതലേ അവിടെ മുഹമ്മദിന്റെ കാലം മുതലേ, അല്ലെങ്കിൽ ആ ഇസ്ലാം ആരംഭിച്ച കാലം മുതലേ തന്നെ രണ്ടായിട്ട് തന്നെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ജനങ്ങളെ ഒന്ന് സത്യവിശ്വാസികളെന്നും മറ്റുള്ളവരെ അവിശ്വാസികൾ, കാഫിർ എന്നുള്ള നിലയിലാക്കിയിരിക്കുന്നു. എന്നിട്ട് സൂറ 5:51 പറയാണ്, സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. വല്ലവനും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന വർഷം അവൻ അവരിൽപ്പെട്ടവനാണ്. എന്ന് വെച്ചാൽ അവൻ ആ നിമിഷം മുസ്ലിം അല്ലാതായി തീർന്നു. അവൻ പിന്നെ ഇതായി യഹൂദനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ ആയി തീർന്നു. അവൻ അക്രമികളിൽ പെട്ടവനായി. അങ്ങനെയുള്ളവരെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇനി ഇത് കേട്ട് ഈ ആയത്ത് മുഹമ്മദ് എങ്ങനെയാണ് പ്രാക്ടിക്കലാക്കിയത് നോക്കിക്കഴിഞ്ഞാൽ, സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 63 നമ്മൾ കാണുന്നത്, ജാബിർ ഇബ്നു അബ്ദുള്ള നിവേദനം, ഉമർ എന്നോട് പറഞ്ഞു, നബി പറയുന്നത് അദ്ദേഹം കേൾക്കുകയുണ്ടായി, തീർച്ചയായും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതരെയും ക്രൈസ്തവരെയും ഞാൻ നാട് കടത്തുക തന്നെ ചെയ്യും, മുസ്ലിമിനെ അല്ലാതെ അവിടെ താമസിപ്പിക്കാൻ വിടും. അപ്പൊ ഈ സംഗതി മുഹമ്മദിന്റെ ജീവിതകാലത്ത് അത് സാധിച്ചില്ല.
കുറച്ചു പേരെയൊക്കെ നാട് കടത്തി, ബാക്കി ചില ഗോത്രങ്ങൾ അവിടെ നിർത്തി, അവരിൽ നിന്ന് ജിസിയ പിരിച്ചിട്ട്. പക്ഷേ മുഹമ്മദിന്റെ ആഗ്രഹം ഇതാണെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ഖലീഫ ഉമർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഉമർ നാട് കടത്തി ഇവരെ മുഴുവനും. അന്ന് നാട് കടത്തിയതാണ്. ഇന്നും അത് അവിശ്വാസികൾക്ക്, നോൺ മുസ്ലിങ്ങൾക്ക് അവിടെ ഇതാണ് പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്, അങ്ങോട്ട് കയറാൻ പറ്റില്ലെന്ന്. അവിടെ നൂറ്റാണ്ടുകളായി ജീവിച്ചു വന്ന ആൾക്കാരെയാണ് ഈ നാട് കടത്തിയെന്ന് ഓർക്കണം. മുഹമ്മദൊക്കെ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളായി അവിടെ ജീവിച്ചു വന്നിരുന്ന ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാവരെയും നാട് കടത്തി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യം അവിടെ ഉണ്ടായിരിക്കുമ്പോൾ പറയണം ഞങ്ങളുടെ സംസാരത്തിൽ ഞങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞു എന്ന്. അതെത്ര നിസ്സാരം സുഹൃത്തെ. ഒരാളെ ജന്മനാട്ടിൽ നിന്ന് നൂറ്റാണ്ടുകളായി ജനിച്ചു വന്നിരുന്നിടത്ത് നിന്ന് നാട് കടത്തുന്ന സംഗതിയും സംസാരത്തിനിടയിൽ ഞങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞതും ഇത് രണ്ടും തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പിന്നെ ഇദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അതായത് പ്രബോധനം വിശ്വസിക്കേണ്ടത് അവരവരുടെ ബാധ്യതയാണ്, പറയുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ബാധ്യത. ഒരു മുസ്ലിമിന്റെ ബാധ്യത അത്രയേ ഉള്ളൂ. അത് മിക്ക മുസ്ലിങ്ങളും അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നബീലും അങ്ങനെ തന്നെ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. നബീലെ അങ്ങനെയല്ല. കൃത്യമായിട്ട് കഴുത്തിന് വാള് വെച്ച് തന്നെ മതം മാറ്റാനാണ് മുഹമ്മദ് പഠിപ്പിച്ചത്. കഴുത്തിന് വാള് വെച്ച് മതം മാറ്റാൻ. ഹദീസ് ഞാൻ തരാം. സഹീഹ് ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1637. ജുറൈർ പറയുന്നു, ദുൽഖലസ, ഗസ് അം, ബജീല എന്നീ ഗോത്രങ്ങളുടെ വകയായുള്ള യമനിലെ ഒരു ദേവാലയമായിരുന്നു ദുൽഖലസ്. അതിൽ ധാരാളം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് പൂജിച്ചിരുന്നു. ജരീർ യമനിൽ ചെന്നപ്പോൾ അമ്പുകൾ കൊണ്ട് പ്രശ്നം വെക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അയാളോട് ചിലർ പറഞ്ഞു, തിരുമേനിയുടെ ദൂതൻ എത്തിയിട്ടുണ്ട്, അവസരം കൈവന്നാൽ അദ്ദേഹം നിന്റെ കഴുത്ത് വെട്ടുക തന്നെ ചെയ്യും. ഒരു ദിവസം അവൻ അമ്പുകൾ കൊണ്ട് പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ജരീർ അവന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, അവയെല്ലാം ഒടിച്ചു നുറുക്കി കളയുക, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ലെന്ന് സാക്ഷ്യം വഹിക്കുക, ഇല്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ വെട്ടും. ഉടനെ അവൻ അവയെല്ലാം ഒടിച്ചിട്ടിട്ട് ഷഹദത്ത് കലിമ പ്രഖ്യാപിച്ചു. ദുൽഖലസയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കുകയില്ല എന്ന് ജരീറിനോട് നബി തിരുമേനി ചോദിച്ച ഹദീസ് മുമ്പ് വന്നിട്ടുണ്ട്. ഈ റിവായത്തിൽ വന്നതാണ് മുകളിൽ കാണിച്ചത്. സഹീഹ് ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1637. ഇതിൽ ഈ മുകളിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഹദീസ് അതും ഞാൻ വായിക്കാം. ജരീർ പറയുന്നു, നിങ്ങൾ ദുൽഖലസയുടെ കാര്യം വെടുപ്പാക്കിയിട്ട് എനിക്ക് മനസമാധാനം കൈവരുത്തി തരികയില്ല എന്ന് തിരുമേനി എന്നോട് ചോദിച്ചു. ഗസ് അം ഗോത്രത്തിൻ്റെതായി കഅബത്തുൽ യമാനിയ എന്നറിയപ്പെടുന്ന ഒരു വിഗ്രഹാലയമായിരുന്നു ദുൽഖലസ. തിരുമേനി ഇതരുളിയ ഉടനെ അഹ്മസ് ഗോത്രത്തിലെ 150 പേരുള്ള ഒരു കുതിരപ്പട്ടാളത്തോടൊപ്പം ഞാൻ പോയി. ആ ഗോത്രക്കാർ കുതിരകളെ വളർത്തിയിരുന്നു. എനിക്ക് ആവട്ടെ കുതിരപ്പുറത്തിരുന്ന് പരിചയവും ഉണ്ടായിരുന്നില്ല. ഇത് ഉണർത്തിയപ്പോൾ തിരുമേനി എൻ്റെ നെഞ്ചിൽ ഒന്നടിച്ചു. തിരുമേനിയുടെ വിരലടയാളം നെഞ്ചിൽ ഞാൻ കണ്ടു. തിരുമേനി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, നീ ജരീറിന് സ്ഥൈര്യവും ധൈര്യവും പ്രദാനം ചെയ്യുകയും അദ്ദേഹത്തെ മാർഗദർശിയും മാർഗദർശനം ലഭിച്ചവനുമാക്കുകയും ചെയ്യണമേ. ജരീർ ആ വിഗ്രഹാലയത്തിങ്കിലേക്ക് പോയി അതെല്ലാം തല്ലി തകർത്ത് കത്തിച്ചു കളഞ്ഞു. അനന്തരം തിരുമേനിയെ വിവരമറിയിക്കുവാൻ ജരീർ അയച്ചിരുന്ന ആൾ തിരുമേനിയുടെ മുമ്പിൽ ചെന്നിട്ടുണർത്തി, സത്യവും കൊണ്ട് അങ്ങയെ അയച്ചിരിക്കുന്ന അള്ളാഹുവാണ്, ആ വിഗ്രഹാലയത്തെ ചൊറി പിടിച്ച ഒട്ടകത്തെ പോലെയാക്കി വിട്ട ശേഷമല്ലാതെ ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നിട്ടില്ല. അപ്പോൾ അഹ്മസ് ഗോത്രത്തിലെ പുരുഷന്മാർക്കും കുതിരകൾക്കും ബറക്കത്തിനും വേണ്ടി തിരുമേനി 5 പ്രാവശ്യം പ്രാർത്ഥിച്ചു. സ്വഹീഹ് ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1258. അപ്പൊ ഇത് ആലോചിച്ച് നോക്കണം. അവർക്ക് അവരോട് ഉണർത്തിയാൽ മാത്രം മതി, അവർ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോട്ടെ എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്തത് മുഹമ്മദ്. അങ്ങനെ പറഞ്ഞിരുന്ന കാലം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ന്യൂനപക്ഷമായിരുന്നപ്പോൾ, മുസ്ലിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്ന സമയത്ത് അപ്പോൾ ആ നിലപാടാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇവിടെയും ആ നിലപാട് എടുക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. പാകിസ്ഥാനിലേക്ക് എടുക്കുന്നത് ഇപ്പം ഈ കണ്ടതുപോലത്തെയുള്ള നിലപാടാണ്. അവിടെയുള്ള മുസ്ലിങ്ങളായ ആൾക്കാരുടെ ജീവിതം കഷ്ടപ്പാടിലാകുന്നത് നമ്മൾ വാർത്തകളിലൂടെ കേൾക്കുന്നതാണല്ലോ. അപ്പൊ ഇത് വ്യത്യാസങ്ങളുണ്ട്. താങ്കൾ ഈ മുഹമ്മദിന്റെ ജീവിതത്തിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ സമയത്ത് അവിടെ എന്തുണ്ടായി, അതാണ് ഫൈനൽ ആയിട്ട് മുസ്ലിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശം. അത് പിന്നെ മുഹമ്മദ് മാറ്റിയിട്ടില്ല. അങ്ങനെ മാറ്റാതെ കിടക്കുന്ന ആ സാധനം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അത് എടുത്തു തരും. ഇത് തന്നെ മക്കയിൽ പ്രവേശിച്ച സമയത്ത് അത് സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 87 അബ്ദുള്ള നിവേദനം, നബി മക്കയിൽ പ്രവേശിച്ചു. ആ സമയത്ത് കാബയ്ക്ക് ചുറ്റും 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അതിനെ കുത്തി വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഇപ്രകാരം ഓതി, സത്യം വന്നു, അധർമ്മം നീങ്ങി. തീർച്ചയായും അധർമ്മം നീങ്ങുന്നത് തന്നെ. സത്യം വന്നു, അസത്യം യാതൊന്നും തുടക്കം കുറിക്കുകയില്ല, യാതൊന്നും പുനഃസ്ഥാപിക്കുകയുമില്ല. ഇനി ഇത് ബുഖാരിയിലും ഉണ്ട്. സഹീഹ് ബുഖാരി അധ്യായം 63 ഹദീസ് നമ്പർ 1620. ഇബ്നു മസൂദ് പറയുന്നു, മക്ക വിജയ ദിവസം തിരുമേനി അവിടെ പ്രവേശിക്കുമ്പോൾ കഅബയ്ക്ക് ചുറ്റും 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് അവയെ കുത്തിക്കൊണ്ട് തിരുമേനി ഇങ്ങനെ അരളിക്കൊണ്ടിരുന്നു, സത്യം സമാഗതമായി കഴിഞ്ഞു, അസത്യത്തിന്റെ തല ചതഞ്ഞുപോയി. സത്യം സമാഗതമായി കഴിഞ്ഞു, ഇനി അസത്യം ഉടലെടുക്കുകയോ അതാവർത്തിക്കുകയോ ഇല്ല. അപ്പൊ ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് അവിടെയുള്ള ആളുകൾ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നതാണ് ഈ 360 വിഗ്രഹങ്ങളെ. അതിൽ ഒരെണ്ണത്തിനെ, ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരെണ്ണത്തിനെ നിർത്തി ബാക്കി
359 എണ്ണത്തിനെ മുഹമ്മദ് നശിപ്പിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കണം, 360 എണ്ണം ഉണ്ട്, 360 എണ്ണത്തിൽ നിന്ന് 359 എണ്ണം നശിപ്പിച്ചപ്പോൾ അവശേഷിച്ച ഒന്നിനെ നോക്കിയിട്ട് പറയുകയാണ് ദാ ഇവൻ ഏകനാകുന്നു, അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റാണ് അത്. 360 ഒരെണ്ണം 359 നശിപ്പിച്ച് കളഞ്ഞിട്ട് ആ ഏകത്വത്തെ കുറിച്ചല്ല ബൈബിളിലുള്ള ഏകത്വം, രണ്ടാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്ന കാര്യങ്ങൾ താങ്കൾ ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, താങ്കൾ ആഴത്തിലേക്ക് ഇറങ്ങി താങ്കളുടെ പ്രമാണങ്ങൾ പഠിച്ചിട്ടില്ല. ഉസ്താദുമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് താങ്കൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞില്ല മനുഷ്യരെല്ലാം ഒരുപോലെയാണെന്ന്. അല്ല, അങ്ങനെയല്ല. ഇവിടെ ഖുറൈശികൾക്ക് പ്രത്യേകമായ മേന്മ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. സഹീഹ് ബുഖാരി അധ്യായം 60 ഹദീസ് നമ്പർ 1419. ഇബ്നു ഉമർ പറയുന്നു, തിരുമേനി അരുളി, ഖുറൈശികളിൽ 2 പേർ അവശേഷിക്കുന്ന കാലമത്രയും ഭരണം അവരിലാണ് നിലകൊള്ളുക. അതായത് ബാക്കിയുള്ളവരൊക്കെ പോയി, 2 പേരെ ഖുറൈശികളിൽ നിന്നുള്ള 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും കോടിക്കണക്കിന് പേരുണ്ടെങ്കിലും ഭരണം എന്ന് പറഞ്ഞാൽ ഈ 2 ഖുറൈശികളിൽപ്പെട്ട 2 പേർക്കായിരിക്കണം, മറ്റാരും ഭരിക്കാൻ പാടില്ല. ഖുറൈശികൾ ഉണ്ടെങ്കിൽ അവർക്ക്. ഇനി വീണ്ടും സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 33 ഹദീസ് നമ്പർ 1. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, ജനങ്ങൾ ഇക്കാര്യത്തിൽ ഖുറൈശികളെ പിന്തുടരേണ്ടവരാണ്. ഇക്കാര്യം എന്ന് പറഞ്ഞാൽ നേതൃത്വം എന്നുള്ള അധ്യായമാണ് അത്. നേതൃത്വത്തിൽ ഖുറൈശികളെ പിന്തുടരേണ്ടവരാണ്. അവരിലെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെയും അവിശ്വാസികൾ അവിശ്വാസികളെയും. അതാലോചിച്ച് നോക്കണം. മുസ്ലിങ്ങളുടെ നേതൃത്വം ഖുറൈശികൾക്കാണെന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് മനസ്സിലാവും. പക്ഷെ അവിശ്വാസികളുടെ നേതൃത്വവും ഖുറൈശികൾക്കാണെന്ന് പറഞ്ഞാലോ? ഞങ്ങളെ പോലെയുള്ളവരുടെയും നേതാക്കളായിട്ട്, അതും ഖുറൈശികൾ, അവിശ്വാസികളായ ഖുറൈശികളായിരിക്കണം ഞങ്ങളുടെയൊക്കെ നേതാക്കന്മാർ, വിശ്വാസികളായ ഖുറൈശികളായിരിക്കണം മുസ്ലിങ്ങളുടെ നേതാക്കന്മാർ. ഇതെങ്ങനെ ശരിയാകും? ഇത് സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 33 ഹദീസ് നമ്പർ 3, അതായത് 1819 sunna.com പോയാൽ, ഇപ്പൊ ഞാൻ വായിച്ചത് 1818 ഇനി 1819 ഇംഗ്ലീഷിലുണ്ട്. അത് ജാബിർ ഇബ്നു അബ്ദുള്ള നിവേദനം, നബി പറഞ്ഞു, ജനങ്ങൾ ഖുറൈശികളെ പിന്തുടരേണ്ടവരാണ് നന്മയിലും തിന്മയിലും. നന്മ എന്ന് പറഞ്ഞാൽ ഇസ്ലാമും, തിന്മ എന്ന് പറയുന്നത് ഇസ്ലാം ഒഴികെയുള്ള മറ്റുള്ള കാര്യങ്ങൾ. അപ്പൊ നല്ല കാര്യത്തിനായാലും ചീത്ത കാര്യത്തിനായാലും നേതാക്കന്മാർ എപ്പോഴും ഖുറൈശികളായിരിക്കണം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ പ്രവാചകനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് മനുഷ്യരെല്ലാവരും ഒരു മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച ഒന്നുപോലെയാണെന്ന് പഠിപ്പിച്ചു. അതെങ്ങനെ ശരിയാകും സുഹൃത്തെ? അത് പ്രമാണം വേറെയല്ലേ പറയുന്നത്? താങ്കൾ പറയുന്നതിന് ഘടകവിരുദ്ധമാണ് പ്രമാണത്തിലുള്ളത് ഞങ്ങൾ നോക്കുമ്പോൾ. അപ്പൊ ഇത് ചേരുകയില്ല. ഇവിടെ ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുന്നില്ല, അത് താങ്കൾ മനസ്സിലാക്കണം. കുറ്റപ്പെടുത്തുന്നതല്ല, നിങ്ങളുടെ കിതാബിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്ന് ഭൂരിഭാഗം, ഒരു 99% മുസ്ലിങ്ങൾക്കും അറിയുകയില്ല. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പണ്ഡിതന്മാർക്ക് അറിയാം, സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഒരു 99% അറിയില്ല. അറിയാവുന്ന ഒരു 4-5% വരുന്ന പണ്ഡിതന്മാരുണ്ട്, അവർക്കറിയാം. അവരൊഴികെ സാധാരണ മുസ്ലിങ്ങളെ എടുത്താൽ ആ മുസ്ലിങ്ങളിൽ ഇതറിയുന്നത് 1% വരുള്ളൂ. പക്ഷെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 5% വരുന്ന ഈ പണ്ഡിതന്മാരില്ല, അവർ നിങ്ങളെ നിയന്ത്രിക്കും. കിതാബിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതനുസരിച്ച് അത് വിശ്വസിച്ച് പോകും. അപ്പൊ ഇപ്പൊ അവർ പറയുന്നത് എന്താണോ അത് വിശ്വസിക്കുന്നു. ഇനി കുറേ കൂടി കഴിഞ്ഞു, ഇവിടെ ഇസ്ലാമിക ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സാധനങ്ങളൊക്കെ എടുത്തിടാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത തലമുറയിൽ താങ്കൾ ഇതാണെങ്കിലും താങ്കളുടെ മക്കളുടെ മക്കളോ ആ സമയമാകുമ്പോഴേക്കും ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമായാൽ ഈ സാധനങ്ങളൊക്കെ എടുക്കും. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ആ ക്ഷേത്രങ്ങളൊക്കെ തല്ലി തകർത്തത്, മറ്റുള്ള ക്രിസ്ത്യാനികളെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുതെന്ന് പറയുന്നത്, അവരെ നാട് കടത്തണം എന്നൊക്കെ പറഞ്ഞ് ആ സാധനം എല്ലാം പതുക്കെ ഇങ്ങോട്ട് വരും. നമ്മൾ നോക്കുമ്പോ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് അധികാരം പിടിച്ചെടുത്തപ്പോൾ ഓരോന്ന് ചെയ്തപ്പോൾ അതൊന്നും ഇസ്ലാമികമല്ല, അനിസ്ലാമികമാണ്, തെറ്റാണ്. അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ, യഥാർത്ഥ ഇസ്ലാം അതാണ്. കാരണം ഇപ്പൊ വായിച്ചില്ലേ, ഇതേപോലത്തെ ഇനി ഇതിനേക്കാളും വലുത് കുറെ സാധനങ്ങൾ കിടപ്പുണ്ട്. ഇതൊക്കെ അവർ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, അവരത് പ്രാക്ടിക്കലാക്കുകയാണ്. പക്ഷെ ഇസ്ലാം ന്യൂനപക്ഷമായിരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളെക്കാളും നല്ല സമാധാനവാദികളെ ലോകത്ത് നിങ്ങൾക്ക് കണി കാണാൻ കിട്ടില്ല. അമ്മാതിരി ഡീസൻ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പൊ ഒരു മുൻപ് തലമുറ കാര്യത്തിൽ ആ ഇതായിരുന്നു, എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ മാറി, ഇപ്പോഴത്തെ മുസ്ലിങ്ങൾക്ക് മാറ്റം വന്നു. ഇനി 2 തലമുറ കൂടി കഴിയുമ്പോൾ മൊത്തം മാറും. ഈ പറഞ്ഞ അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തും അത്. അപ്പൊ അത് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കയറിയിട്ട് ഇങ്ങനെ, ഞങ്ങൾക്ക് എത്ര ചീത്തപ്പേര് കേട്ടാലും, ഈ വർഗീയവാദം എന്നുള്ള വിളി കേട്ടാലും, നിങ്ങളുടെ പ്രമാണം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്ന് പിന്നെയും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ കാര്യം പോട്ടെ, ഞങ്ങളുടെ മക്കൾക്ക് കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇത് അപകടകരമായ ഒരു ഐഡിയോളജിയാണെന്ന് മുസ്ലിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തി അവരെ അതിൽ നിന്ന് പുറത്ത് കടത്തണം. അല്ലാത്ത കാലത്തോളം ഇത് ഞങ്ങൾക്ക് ഭീഷണിയാണ്. അപ്പൊ അതുകൊണ്ടാണ് മറ്റിപ്പോൾ ഞങ്ങളിപ്പോൾ വേറെ മതങ്ങളെ കുറിച്ചൊന്നും ഇങ്ങനെ പറയുന്നില്ലല്ലോ. കാരണം ആ മതങ്ങളിലൊന്നും ഇതുപോലെ ഇല്ല. ക്രിസ്ത്യാനികളായിട്ട് നിങ്ങൾ കൂട്ടുകൂടരുന്നോ, ക്രിസ്ത്യാനികളെ നാട് കടത്തണമെന്നോ അങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ല അവിടെ. അപ്പൊ അവരിൽ എത്ര എണ്ണം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഇസ്ലാം പെരുകി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായിട്ടും, ഇന്നത്തെ കുവൈറ്റ് ആയാലും ബഹ്റിനിലായാലും അല്ലെങ്കിൽ മദീന, അത് യഹൂദന്മാരുടെ ആയിരുന്നു, യാത്രിബ് എന്ന് പറയുന്നത്. മക്ക പ്രദേശത്ത് അങ്ങനെയുള്ളിടത്തൊക്കെ ക്രിസ്ത്യൻസിന്റെ ആയിരുന്നു അത്. ഈജിപ്റ്റ് കോപ്റ്റി ക്രിസ്ത്യാനികളുടെ നാടായിരുന്നു. സുറിയാനി ക്രിസ്ത്യാനികളുടെ ആയിരുന്നു. ഈ ഇറാഖ് ആണെങ്കിൽ കൽദായ ക്രിസ്ത്യാനികളുടെയാണ്. ഇങ്ങനെ ആ പ്രദേശത്തുള്ളതെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടെ എന്താണ്, അനിസ്പ്രയുടെ പരസ്യം പോലെ ആയില്ലേ ക്രിസ്ത്യാനികൾ? കാരണം എന്താണ്?
ഈ സംഭവമാണ്. ഈ ഉപദേശങ്ങൾ അതിനകത്തുണ്ട്, ക്രിസ്ത്യാനികളോട് ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന്. ആ അവസ്ഥ കേരളത്തിൽ ഞങ്ങൾക്ക് വരരുതെന്ന് കരുതിയിട്ടാണ് സുഹൃത്തെ ഞങ്ങൾ ഈ സമയമൊക്കെ കളഞ്ഞതിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാത്ത കുറേ എണ്ണം ഞങ്ങൾക്കെതിരെ വരുന്നുണ്ട്. അനിയന്മാർ മുസ്ലിങ്ങളായി പോയ കാരണം കൊണ്ട് മുസ്ലിങ്ങൾക്കാരെ ഒന്നും പറയരുതിട്ടാന്നും പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണം, ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞ് പാസ്റ്ററാന്നും പറഞ്ഞ് നടക്കുന്നതൊക്കെ. അവർക്ക് അറിഞ്ഞൂടാ അവർ എന്തിനെയാണ് ഈ താലോലിച്ച് വളർത്താൻ ശ്രമിക്കുന്നതെന്ന്. കഴുത്തിൽ കുടുക്കിട്ടുള്ള ഒരു മരം, ആ മരം നല്ലൊരു ചെറിയ ചെടി, അത് ഇതായിട്ട് നിൽക്കുന്നുള്ളൂ. അതിന് കഴുത്തിൽ കുറുക്ക് വിട്ട് എന്നിട്ട് അതിന്റെ ശാഖയിലും കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ആ മരത്തിനെ വളർത്തിക്കൊണ്ടിരിക്കുക. ആ മരം വളരും തോറും കഴുത്തിലെ കുറുക്ക് മുറുകി അവിടെ തൂങ്ങി ചാവേണ്ടി വരുന്നുള്ളത് അറിയുന്നില്ല ഇവര്. പക്ഷെ നിങ്ങൾ പഠിച്ചു, മനസ്സിലാക്കി, അറിഞ്ഞു. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടുത്തെ മറ്റുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും ഇത് ഭീഷണിയാണ് സുഹൃത്തെ. അതുകൊണ്ടാണ് ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലാതെ ഇത് വർഗീയതയല്ല, ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, ഞങ്ങളുടെ മക്കളുടെയൊക്കെ നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടി ഈ മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചതുപോലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയൊക്കെ സംസാരിക്കുന്നത്. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. താങ്കള് പ്രമാണം വായിച്ചു പഠിക്കുക. ഒന്നാടിയട്ടെ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരു മിനിറ്റ്. കഴിഞ്ഞ അൻപത് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. ഇവിടെ ഇതിന് നല്ല കൃത്യമായ ഒരു ആൻസർ നമ്മുടെ അനിൽ ബ്രദർ കൊടുത്തെങ്കിൽ തന്നെയും അനിൽ ബ്രദർ കൊടുത്തതും അവിശ്വാസികളും തങ്ങളിലുള്ളതായ ആ വ്യതിരക്തതയെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ അതിനേക്കാൾ ഏറ്റവും ദുരന്തപൂരിതമായ ഒരു കാര്യമുണ്ട്. ഒരു കാഫിർ അല്ലെങ്കിൽ ഒരു അവിശ്വാസിയായ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ നിന്ന് ഇസ്ലാമായാൽ ആ തന്റെ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്നാ, രക്ഷകർത്താക്കളാക്കരുതെന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. അതായത് മുഹമ്മദിന്റെ ദൈവമായ അള്ളാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതാണ് സൂറത്ത് തൗബ 23-ാമത്തെ ആയത്തിൽ പറയുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: വിശ്വസിച്ചവരെ, നിങ്ങൾ സ്വന്തം മാതാപിതാക്കളെ സഹോദരങ്ങളെ നിങ്ങളുടെ രക്ഷകർത്താക്കളാക്കരുത്. അവർ സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ സ്നേഹിക്കുന്നവരെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും അവരെ രക്ഷകർത്താക്കളാക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് അക്രമികൾ. ഇവിടെ എന്താ വിഷയം? സത്യനിഷേധികളും സത്യവിശ്വാസികളും തങ്ങളുള്ള വേർതിരിവ് ഇവിടെ കൃത്യമായിട്ട് വരികയാണ്. ഇസ്ലാമിലായ വ്യക്തി സത്യവിശ്വാസിയും അവന്റെ മാതാപിതാക്കൾ സത്യനിഷേധികളുമാണ്. സത്യവിശ്വാസി എന്ന നിലയിൽ സത്യനിഷേധികളായ മാതാപിതാക്കളുടെ രക്ഷകർത്താക്കളാക്കരുതെന്ന് കൃത്യമായിട്ടാണ് പറയുന്നത്. ലോകത്തിൽ ഏത് മതഗ്രന്ഥത്തിലാണ് ഇത്തരത്തിലുള്ളതായ ആയത്തുള്ളത്? പറയൂ, നബീൽ പറയൂ, ലോകത്തിൽ എവിടെയാണ് സ്വന്തം മാതാപിതാക്കളെ തള്ളി പറയണമെന്ന് പറയുന്നത്? ഇനി മുഹമ്മദിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ഈ പറഞ്ഞത് ആയത്ത് പ്രായോഗികമാക്കുന്നുണ്ട്. അതായത് തുഫൈൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മതം മാറിയതിനു ശേഷം ഈ പറഞ്ഞ ആയത്ത് പ്രായോഗികമാക്കും. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. തുഫൈൻ പറയുന്നു: തിരുമേനി എനിക്ക് ഖുർആൻ ഓർപ്പിക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഞാൻ തെളിവ് പറ, ഏതാണ് പുസ്തകം? പറയാം. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം പുറം 196, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം പേജ് 196. അത് ഞാൻ വായിച്ചതിന് ശേഷം പറയാനിരുന്ന അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം പേജ് 196 തുഫൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ സ്വന്തം പിതാവിനോട് പറയുന്നത്, അപ്പ നീ എന്റെ തന്തയല്ലെന്ന് പറയുന്നത്. ഞാൻ വായിക്കാൻ പോവാ, ശ്രദ്ധിക്കുക. തുഫൈൻ പറയുന്നു: തിരുമേനി എനിക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അനന്തരം എന്റെ നാട്ടിൽ ചെന്ന് എന്റെ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാനുള്ള അനുമതിക്കായി ഞാൻ തിരുമേനിയോട് ആവശ്യപ്പെട്ടു. തിരുമേനി എനിക്ക് അതിന്റെ അനുമതി നൽകുകയും എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഉണ്ടായി. ഞാൻ എന്റെ സ്വദേശത്തേക്ക് മടങ്ങി. എന്റെ പിതാവ് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു: താങ്കൾ എന്റെ പിതാവല്ല, ഞാൻ താങ്കളുടെ പുത്രനുമല്ല. ഇങ്ങനെ പറയുവാനുണ്ടായ കാരണം എന്തെന്ന് ബാപ്പ അന്വേഷിച്ചപ്പോൾ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന വാർത്ത അദ്ദേഹത്തെ ഞാൻ കേൾപ്പിച്ചു. കണ്ടോ, സ്വന്തം മകൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്ന് പിതാവിനോട് പറയുകയാണ്: പിതാവേ, നീ എന്റെ അപ്പനല്ല എന്ന് പറയുമ്പോൾ അപ്പൻ ചോദിക്കും: എന്താ മോനെ ഞാൻ ഇസ്ലാമായെന്ന്. അപ്പം ഒരു വ്യക്തി, ഒരു കാഫിർ, ഒരു അവിശ്വാസി മുസ്ലിം ആയാൽ ആ നിമിഷം തന്നെ അവന്റെ സ്വന്തം മാതാപിതാക്കൾ അന്യരാക്കപ്പെടുകയാണ്. ഇതെന്തൊരു പ്രാകൃത സമ്പ്രദായമാണ്! ഇതെന്തൊരു മനുഷ്യത്വരഹിതമാണ്! ഇതെന്തൊരു കാടത്തമാണ്! എന്നാൽ മുഹമ്മദ് ജനിക്കുന്നതിനും 600 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്: മക്കളെ വിശ്വാസിയായിരുന്നാലും മാതാപിതാക്കൾ അവരുടെ തന്നെ എഫേസ്യൻമാരെ കർത്താവിൽ അനുസരിക്കണം. അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദാനത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. അതിനു മുമ്പേ BC 1600 മോശ പ്രഖ്യാപിച്ചു. BC 1600 മോശ പറഞ്ഞു:
നിന്റെ മാതാപിതാവിനെയും പിതാവിനെയും നീ ബഹുമാനിക്കണം, സ്നേഹിക്കണം. അതിന് ഘടകവിരുദ്ധമായിട്ട് ഒരുവൻ മുസ്ലിമിലായാൽ അവന്റെ മാതാവിനെയും പിതാവിനെയും തള്ളിപ്പറയണം എന്ന് പറയുന്ന കാട്ടാള നിയമമല്ല ഈ എഴുതി വച്ചിരിക്കുന്നത്. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.